ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ഭീതിപ്പെടുത്തുന്നതുമായ ഒരു വനപാതയിലൂടെയുള്ള ഒരു യാത്രയുടെ വീഡിയോ ആയിട്ടാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ റോഡിന് ഇരുവശങ്ങളിലും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കരവൂരിലെ യാത്ര കഴിഞ്ഞ് വരുന്നതാണ്. കരവൂരിലെ യാത്രയിൽ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. രാവിലെ അലിമുക്കിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അലിമുക്ക് വഴിയാണ് വന്നത്. അലിമുക്കിന്ന് വരുമ്പോൾ തന്നെ ഉച്ചയൂണ് പാഴ്സലും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. കാടിനുള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കൊടും കാടുകളാണ്. ഇപ്പോൾ ഇങ്ങനൊരു ക്വാർട്ടേഴ്സ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. വന്യജീവികളുടെ അക്രമം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫ് കറി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല ആർത്തിയോടെ ഫുഡ് കഴിക്കുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മളിവിടെ കാണാൻ കഴിയുന്ന നല്ലൊരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് കൊടും കാടാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ട്. വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് കാൽനട യാത്ര ദുഷ്കരമാണ്. അതുപോലെ നമ്മൾ KSRTC ബസ്, അത് പുനലൂരിലോട്ട് പോകുന്ന ബസ്സാണ് നമ്മൾ കണ്ടത്. നമ്മളൊരു ഞായറാഴ്ച ദിവസമായി ഈ യാത്ര തുടങ്ങിയതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മുള്ളുമല ഒരു ചെക്ക് പോസ്റ്റ് കയറിപ്പോയി. ഇങ്ങനെ കാടിലൂടെയൊക്കെയുള്ള യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ചില പ്രദേശങ്ങളിലൊക്കെ കുറേ ആൾ താമസമുള്ള ഏരിയ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന മറ്റൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അച്ചൻകോവിലെ തടിഡിപ്പോ. സർക്കാർ തടിഡിപ്പോ ആണ്. നമുക്ക് ഇവിടുത്തെ തേക്ക് മരങ്ങളും അതുപോലെ തേക്കും തടികൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അച്ചൻകോവിൽ വനപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും ആഹാരവും വെള്ളവും കയ്യിൽ കരുതേണ്ടതാണ്.
സമയം കുറച്ച് വൈകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. യാത്രയിൽ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ കഴിയും. റോഡിൻ്റെ മറു സൈഡിൽ അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. അതുപോലെ നമ്മളൊരു മയിലിനെ കണ്ടു. അതുപോലെ തന്നെ മൊബൈലിന് ഇവിടെ റേഞ്ച് കിട്ടാറില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വനപാതയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വന്യജീവി അക്രമങ്ങൾ ഒരുപാട് ഇവിടുത്തെ യാത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന പാത തന്നെയാണ്. കാട്ടുപോത്തും എല്ലാം വരും. നമ്മൾ ഇതുവരെ ആനയെ കണ്ടില്ല. ആനയൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടൊരു 4 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടോട്ടുള്ള യാത്രയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. വേനൽക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. മഴക്കാലം ആണെങ്കിൽ ഈ 2 സൈഡിലും മരങ്ങൾ ഇങ്ങനെ റോഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതുവഴിയുള്ള യാത്രയിൽ കാണാൻ കഴിയുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് ചെടികളൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ട് ഇപ്പം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ റോഡിലൂടെയുള്ള യാത്രയിൽ നമ്മുടെ കൂടെയുള്ളയാണ് ഈ അച്ചൻകോവിലാറ്. റോഡിൻ്റെ മറുകരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ കാണുന്നത് ആന വന്ന് നശിപ്പിച്ചിട്ട മരങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ യാത്രക്കിടയിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പശു പുല്ല് തിന്നുന്ന കൂട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് ഞങ്ങൾ വണ്ടി തിരിച്ച് ഒന്നുകൂടെ വന്ന് നോക്കിയപ്പോൾ അതൊരു കാട്ടുപോത്തായിരുന്നു. അതിനുശേഷം നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞ് ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ അച്ചൻകോവിലോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കൂട്ടിന് അച്ചൻകോവിൽ ബസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അച്ചൻകോവിൽ ബസ്സിൻ്റെ പുറകെയുള്ള യാത്രയായിരുന്നു പിന്നീട്. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച കുറേ പേര് അച്ചൻകോവിൽ ആറ്റിൽ തുണി കഴുകുന്നത് കണ്ടു. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സഞ്ചാരികൾ അവരുടെ അച്ചൻകോവിൽ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. അവർ ഇവിടെ നിന്ന് അച്ചൻകോവിലാറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ചൻകോവിലാർ അത്രയ്ക്ക് നിസ്സാരക്കാരനൊന്നുമല്ല. പ്രളയ സമയത്ത് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലൂടെയും ദിശ മാറി ഒഴുകിയ ഒരാളാണ്. ഇപ്പം നല്ല ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ജനവാസ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. അച്ചൻകോവിൽ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ബസ് സ്റ്റാൻഡാണിത്.
ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അച്ചൻകോവിൽ അമ്പലമാണ്. വനപാതയിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലൂടെയുള്ള ഈ ഒരു യാത്രയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് KSRTC ബസ്സിലൂടെയും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.